അപ്പോൾ ഇന്ന് നമുക്ക് ഹാവിക്കുട്ടനെ കുറിച്ച് വികൃതികൾ കണ്ടാലോ. അപ്പോൾ ആ തുണി പിടിച്ച് നടക്കുന്നത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് വേറൊന്നല്ല, അമ്മ അവിടെ തുണി മടക്കി വെക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു തുണി എടുത്ത് തലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നടക്കുമായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ അത് അച്ഛൻ ബാക്കിൽ കൂടെ പോകുന്നത് വേറൊന്നല്ല, ആ തുണി തട്ടി ഇനി എവിടെയെങ്കിലും വീഴണ്ടാച്ചിട്ടാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ആ തുണി കൈക്കലാക്കിയിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാണ്ടോ അടുത്ത പണി. അമ്മ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലെടുത്തപ്പോഴത്തേക്ക് ആ ചൂലെടുത്തിട്ട് അവിടെ ഇട്ടിട്ട് ആ ചൂലിൻ്റെ തലപ്പത്തെ സാധനങ്ങളൊക്കെ എടുക്കാനായിരുന്നു കേട്ടോ പരിപാടി. അപ്പോഴത്തേക്ക് അമ്മ ആ ചൂലെടുത്ത് പിന്നെ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾ കരഞ്ഞു പോകുന്ന കണ്ടില്ലേ. എന്നിട്ട് പിന്നെ ആ ചൂല് പിടിച്ചിട്ട് നടക്കലായിട്ടോ. ഞാനും അച്ഛനും അപ്പുറത്തിരുന്ന് ചിരിക്കായിരുന്നു. കാരണം വേറെ ഒന്നല്ല, എടുത്താൽ പൊന്താത്ത ചൂലായിട്ടാണ് കേട്ടോ അവൻ്റെ നടപ്പ്. ഇപ്പോൾ ഇരുന്നിട്ടുള്ള കളി ഒന്നല്ല കേട്ടോ, ഇപ്പോൾ ഫുള്ള് നടത്തം പരിപാടിയാണ്. അപ്പോൾ ഇതാ അവൻ്റെ വിചാരം വലിയ ആളായി എന്നൊക്കെയാണ്. എന്തായാലും അവൻ്റെ ഇടയിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചു അമ്മ. അത് ആ അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ എന്താ ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ആ ചൂലും കൊണ്ട് അവൻ ഇങ്ങോട്ടോ പോയിട്ടോ. അപ്പോഴത്തേക്ക് ഇതാ രാവിലെ വന്നപ്പോൾ ഉണ്ടേടാ അതാ അമ്മ ഇവിടെ തേങ്ങ ചിരവായിരുന്നു. ആ തേങ്ങ ചിരവുന്ന സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയിട്ട് തേങ്ങ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ കിച്ചണിലേക്ക് ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മ രാവിലെ എങ്ങനെയൊക്കെയോ ഒതുക്കാൻ വേണ്ടിയിട്ട് ആ റിസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് പോലും വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ ആ തേങ്ങ എടുക്കൽ. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, വേറെ ഒന്നല്ല അവൻ്റെ മേത്ത് എവിടെയെങ്കിലും ചിരവ് തട്ടുമെന്നായിരുന്നു പേടി. അമ്മ എന്നിട്ട് മാക്സിമം പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒന്ന് അവിടെ ഇരിക്കുക, അമ്മമ്മ തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ കുറച്ചേരം അവിടെ ഇരുന്നു. പിന്നെ അവൻ അങ്ങോട്ട് പോകാൻ നേരത്തെ വേഗം അമ്മ ഒരു വായ എടുത്തിട്ട് അങ്ങോട്ട് അവൻ്റെ വായയ്ക്ക് കൊടുത്തു. ഞാനും കുറച്ച് പാത്രത്തിൽ അവന് തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തേങ്ങ പാത്രത്തിൽ ഇട്ട് കൊടുത്താലും അവർ വാരി വിതറി നിലത്തൊക്കെ ഇടുകയാണ് കേട്ടോ പരിപാടി. എന്നിട്ട് നിലത്തുനിന്ന് പെറുക്കി തിന്നെയാണ്. ഇങ്ങനത്തെ കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ പൊരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുത്ത് അവൻ്റെ കോൺസെൻട്രേഷൻ എന്തെങ്കിലുമൊക്കെ ഇതാക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ടടാ ഉള്ളിക്കൊട്ടയിൽ ഉള്ളിയൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുന്നു. എന്തായാലും ഇനി ഇപ്പോഴൊന്നും ഒരു പണി നടക്കില്ല. നമ്മുടെ ഹാവിക്കുട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണിയും നടക്കുള്ളൂ. വീടൊക്കെ ആകെ മെസ്സായി കിടക്കുമായിരുന്നു. കണ്ടില്ലേ, പൊരിയൊക്കെ വാരി വിതറി വല്ല അമ്പലപ്പറമ്പ് പോലെയായിരുന്നു വീട്. ഞങ്ങളും വിചാരിച്ചു എന്തായാലും ഇനി അവൻ്റെ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്